എക്സ്ക്യൂസ് മീ, ഈ കോൺസ്റ്റബിൾ ഗോപിനാഥന്റെ? അതെ, ആരാ? ഞാൻ അഡ്വക്കേറ്റ് ഇന്ദു. ഗോപിയുടെ പോലീസ് അസോസിയേഷന്റെ ആൾക്കാര് എന്നെ വന്ന് കണ്ടിരുന്നു, ഇയാൾക്ക് വേണ്ടി കേസ് വാദിക്കണമെന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഇരിക്കെ. നല്ല ഉറക്കാ. ഇപ്പൊ വിളിച്ചാലും ഉണരാൻ ഇത്തിരി പാടാ. ഒന്ന് വിളിച്ചു നോക്കട്ടെ. വേണമെന്നില്ല. സാധാരണ ഇതുപോലെ സസ്പെൻഷനിലും പണിഷ്മെന്റിലും ഒക്കെ നിൽക്കുന്ന പോലീസുകാരുടെ കേസൊക്കെ എനിക്കാ വക്കാലത്ത്. സുശീല എന്നല്ലേ കുട്ടിയുടെ പേര്? അതെ, എങ്ങനെ അറിയും? അത് മിസ്റ്റർ ഗോപിയോട് സംസാരിക്കുന്നതിനേക്കാൾ കുട്ടിയോട് ചോദിക്കുന്നതാ ഭേദമെന്ന് അവര് പറഞ്ഞിരുന്നു, അസോസിയേഷൻകാര്. കുട്ടി എഡ്യൂക്കേറ്റഡ് അല്ലേ? അതെ. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഹയറപ്സിലുള്ളവരോട് സംസാരിച്ചു നോക്കി ഇയാളുടെ കാര്യം. സസ്പെൻഷനിലിരിക്കുമ്പോ തന്നെ ഇങ്ങനൊരു കേസും കൂടെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇയാളുടെ ജോലി പോകാനാ സാധ്യത. ബട്ട് ഞാൻ എന്റെ എല്ലാ കഴിവും വെച്ച് ഫൈറ്റ് ചെയ്ത് നോക്കാം. എന്താ കുട്ടി ഇപ്പൊ സത്യത്തിൽ സംഭവിച്ചത്? സത്യം എന്താന്നറിഞ്ഞാല് ഒരുപക്ഷെ ഇയാളുടെ ജോലി പോവാതെ എനിക്ക് രക്ഷിക്കാൻ പറ്റും. സത്യം എന്തെന്ന് ആര് ചോദിച്ചാലും ഇങ്ങനെ കള്ളമ്മേ പറയത്തുള്ളൂ ചേച്ചി. കുട്ടിയോടും ഇടയ്ക്കിടയ്ക്ക് സ്നേഹം കൂടുമ്പോഴൊക്കെ കുട്ടിയോട് പറയാറില്ലേ സത്യം? ഗോപിയുടെ കയ്യില് ഈയിടെയായിട്ട് എവിടുന്നൊക്കെയോ കുറച്ചേറെ പണം വന്ന് ചാടുന്നുണ്ടല്ലേ? വലിയ വലിയ ബാറിൽ കയറി കുടിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതുമല്ല അതിന്റെ പേരിലാ. ആരോ കുട്ടിയുടെ ഭർത്താവിനെ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് പോലുണ്ട് ഈ പണം കൊടുത്തുള്ള ഏർപ്പാട്, അല്ലേ? അത് അറിയാവുന്ന എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ കുട്ടി. കുട്ടിയുടെയും ദാ ഈ മോളുടെയും കൂടി നന്മ ഉദ്ദേശിച്ച ഞാൻ. അയ്യോ, കുട്ടിക്ക് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ... അയ്യോ ഇല്ല ചേച്ചി. ചേച്ചി വാ. എവിടുന്നാന്ന് എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി. പക്ഷെ വേണുമ്പോ അങ്ങേരുടെ കയ്യിൽ കാശുണ്ട്. ഇന്നലെ സന്ധ്യ മയങ്ങിപ്പോ ഒരു ഓട്ടോറിക്ഷ കയറി പോയതാ. തിരിച്ചു വന്നപ്പോ പോക്കറ്റ് നിറച്ച് കാശ്. വീട്ടിലെ ആവശ്യത്തിനൊക്കെ ദുഷ്ടനാ ചേച്ചി. ചോദിച്ചാ തരത്തില്ല. പിന്നെ ഞാനങ്ങ് എടുക്കും.